സ്വാഗതം. പ്രഭാത ടാരോ കാർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് നൽകുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ താങ്കളുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ്. രണ്ടാമത്തത് എന്താണെന്ന് യൂണിവേഴ്സ് താങ്കൾ കൊണ്ടുവരുന്നത് നമ്മൾ വിധി എന്നൊക്കെ പറയും. ഇന്ന് എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ സാധ്യത. അങ്ങനെ 3 കാർഡാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് ഇന്ന് താങ്കളുടെ കറണ്ട് എനർജി എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത് നോക്കാം. നമുക്കൊന്ന് വന്നിരിക്കുന്നത് 2 ഓഫ് സോർട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. 2 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് നമ്മൾ ഇപ്പോൾ കണ്ടറിയാൻ പറ്റും. ഇതിലെന്താണ് നമ്മൾ കാണുന്നത്? ഒരു വനിതേനെയാണ് കാണുന്നത്. അവരുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. അവരത് തുറക്കാൻ മടി കാണിക്കുന്നു, തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ തുറക്കുന്നില്ല. അവർക്ക് ചുറ്റും 2 പക്ഷികൾ നമുക്ക് ചെറിയ നൂല് കണ്ടറിയാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 2 ചോയ്സിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ 2 ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മുന്നിൽ 2 ചോയ്സ് വയ്ക്കും. നമ്മൾ പണ്ട് ചെറിയ കുട്ടി ഒക്കെ നമുക്കുണ്ടെങ്കിൽ കുട്ടിയോട് ചോദിക്കും, നിനക്ക് അച്ഛനാണോ ഇഷ്ടം അമ്മേനാണോ ഇഷ്ടം? അപ്പോൾ കുട്ടി ഇങ്ങനെ അന്തം വിട്ടിരിക്കും. അതേമാതിരി ചിലപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നമ്മൾ രണ്ടും ചെയ്യാതിരിക്കുന്നതാണ്. പണ്ട് ഒരു ഡോങ്കിയുടെ കഥയുണ്ട്, ഒരു കഴുതയുടെ. അതായത് അതിൻ്റെ മുന്നിൽ ഒരു സൈഡിൽ ഭക്ഷണവും മറ്റേ സൈഡിൽ ജലവും വെച്ചു എന്നാണ് പറയുന്നത്. വെള്ളം കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കണോ, ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കണോ എന്ന് ഈ കഴുത ആലോചിച്ചുകൊണ്ടിരുന്നു. അവസാനം രണ്ടും ചെയ്യാതെ മരിച്ചുപോയി എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇന്ന് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. അപ്പോൾ അനാലിസിസ് പാരാലിസിസ് ഓവറായിട്ട് ചിന്തിക്കാതിരിക്കൂ എന്നുള്ളതാണ് ആദ്യ സന്ദേശം. എന്താണ് വിധി കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ചാരിയറ്റ് എന്ന് പറയുന്നൊരു കാർഡാണ്. ചാരിയറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇവിടെയും നമുക്ക് 2 കുതിരേനെ കാണുന്നുണ്ട്, 2 ഡിഫറെൻറ്റ് ഡയറക്ഷനിലുള്ള കുതിരേനെ കാണുന്നുണ്ട്. പക്ഷേ 2 കുതിരേനെയും മനഃശക്തി കൊണ്ട് അസാമാന്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു തേരാളിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചാരിയറ്റ് എന്ന് പറയുന്ന കാർഡ് ഡയറക്ഷൻ്റെ കാർഡാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു ഡയറക്ഷൻ കണ്ടെത്തണം, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നോക്കണം. ഈ 2 ഇതും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഇന്ന് വിധി പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നൊരു മുന്നോട്ട് പോകേണ്ട നമ്മളൊരു ഡിറ്റർമിനേഷൻ, വിൽ പവർ വേണ്ട ഒരു ദിവസമാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം, എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ നമുക്ക് ഏസ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഏസ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, 2 കല്ലുകൾ വെറുതെ ഇരിക്കുമ്പോൾ അതിനൊരു പവറുമില്ല. പക്ഷേ അത് നമ്മൾ ചേർത്ത് വരയ്ക്കുമ്പോൾ അതിൽ നിന്ന് സ്പാർക്ക് വരും. ആ സ്പാർക്ക് വെച്ച് തീ ഉണ്ടാക്കാൻ പറ്റും. ആദ്യകാലത്ത് മനുഷ്യൻ തീ ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാണ്, അതേപോലെയാണ് താങ്കൾ എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള അഗ്നി അത് കണ്ടെത്താനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു പാഷൻ, പുതിയൊരു ഡയറക്ഷൻ എന്ന രീതിക്ക് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് താങ്കളോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് താങ്കളെ യൂണിവേഴ്സ് അറിയിക്കുന്നത്. ബാക്കിയെല്ലാം താങ്കളുടെ കയ്യിലാണ്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച് മൈ ഡിയർ. ഹാവ് എ ഗുഡ് ഡേ.